ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ എൻഐഎ കോടതി ഇന്ന് വിധി പറയും. ജാമ്യം കിട്ടിയാൽ ഇന്നു തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തിരുന്നു. എന്നാൽ കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ആവശ്യമില്ലെന്നായിരുന്നു പ്രോസിക്യൂട്ടറുടെ മറുപടി. കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ ഉയർത്തിയ വാദങ്ങളിലും പ്രോസിക്യൂഷൻ എതിർപ്പ് അറിയിച്ചിട്ടില്ല. അജീഷ് ജയകുമാറാണ് ചേരുന്നത് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഗുഡ് മോർണിംഗ്. അജീഷ്, ഇന്ന് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ. ഇതിനിടയിൽ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടും അല്ലെങ്കിൽ ഉറപ്പു നൽകിയിട്ടും പ്രോസിക്യൂഷൻ അതിൽ എതിർപ്പ് അറിയിച്ചതിൽ ഒരു വലിയ വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ളൊരു വിമർശനത്തിലേക്ക് പോയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അസ്മിത, എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് രണ്ട് കന്യാസ്ത്രീകളുടെ മോചനത്തിനായാണ്. 9 ദിവസമാകുന്നു അവർ ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഇന്ന് NIA സ്പെഷ്യൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി അദ്ദേഹമാണ് ഈ കേസിൽ വിധി പറയുക. ഇന്ന് 11 മണിക്ക് കോടതി തുറക്കുന്ന സമയം, അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും ഈ കേസിൽ വിധി ഉണ്ടാകും. കഴിഞ്ഞ ദിവസം വാദങ്ങൾ നടന്നിരുന്നു. 12 മിനിറ്റ് നീണ്ട വാദങ്ങളായിരുന്നു നടന്നത്. ആ വാദത്തിനിടയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ, ബജ്രംഗ് ദൾ അഭിഭാഷകനായിരുന്നു പ്രധാനമായും ഈ ജാമ്യം നിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് വാദം നടത്തിയത്, എതിർത്തത്. പ്രതിഭാഗവും വലിയ വാദങ്ങൾ നടത്തിയിരുന്നു. ഈ പെൺകുട്ടികളുടെ, ഈ 3 പെൺകുട്ടികളുടെ അവരുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ, അവർ മാത്രമല്ല അവർ ക്രൈസ്തവരാണെന്ന് എന്ന് തെളിയിക്കുന്ന രേഖകൾ, അവരുടെ മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്ന തെളിയിക്കുന്ന മൊഴികളടക്കമുള്ള വിവരങ്ങൾ നിരത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ല. മാത്രമല്ല കോടതി ചോദിച്ചിരുന്നു പ്രോസിക്യൂഷനോട് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമോ എന്ന്. പക്ഷേ പ്രോസിക്യൂഷന് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഇവർ പറഞ്ഞത് ഈ അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതുകൊണ്ട് ഇവർക്ക് ജാമ്യം നൽകരുത് എന്നൊരു എതിർപ്പും പക്ഷേ പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്തു. ഇത് പിന്നീട് വലിയ ചർച്ചയായിരുന്നു. കാരണം അമിത്ഷായുടെ ഉറപ്പ് അങ്ങനെയായിരുന്നില്ല. പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ലെന്നായിരുന്നു. ഈ BJPക്കെതിരെ പിന്നാലെ തന്നെ ഇടത് UDF MPമാരൊപ്പം തന്നെ നേതാക്കളും വലിയ വിമർശനമായി രംഗത്ത് വന്നു. ചില നിയമവിദഗ്ധരും രംഗത്ത് വന്നിരുന്നു. കേരളത്തിലടക്കം പല കേസുകളിലും ഇത്തരത്തിൽ ഈ പ്രോസിക്യൂഷൻ എതിർക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് BJP ഇത്തരത്തിൽ അമിത്ഷായുടെ ഉറപ്പടക്കം ഉണ്ടായിരുന്നിട്ട് പോലും ഇങ്ങനെ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എതിർത്തത് എന്നുള്ളൊരു വാദമായിരുന്നു അവർ ഉന്നയിച്ചത്. എന്തായാലും ഇന്നലെ പക്ഷേ റായ്പൂർ അതിരൂപത ഈ പ്രോസിക്യൂഷന്റെ നടപടികളെ സ്വാഗതം ചെയ്തിരുന്നു. കാരണം അവർ പ്രധാനപ്പെട്ട വാദങ്ങൾ നിരത്തിയപ്പോഴൊന്നും എതിർപ്പ് ഉന്നയിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പ്രതീക്ഷ നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിലടക്കം പോകാനായിരുന്നു ആലോചിച്ചിരുന്നത്. പക്ഷേ ഒരു സാധ്യത എന്ന നിലയ്ക്കാണ് സെഷൻസ് കോടതി ഉത്തരവിന്റെ പിന്നാലെ NIA കോടതിയിൽ ഒരു ഹർജി നൽകാൻ തീരുമാനിച്ചത്. ഇന്നലെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ള അമൃതോദാസാണ് പ്രതിഭാഗത്തിനായിട്ട് ഹാജരായത്. എന്തായാലും ഇന്ന് 11 മണിക്ക് ശേഷം കോടതി എപ്പോൾ വേണമെങ്കിലും വിധി പറയാം. ഈ വിധി അനുകൂലമാണെങ്കിൽ ഇന്ന് വൈകിട്ടിനകത്ത് തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് ജയിലിന് പുറത്തിറങ്ങാൻ സാധിക്കും. അതിന്റെ നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ഈ ജയിലിന് പുറത്തിറങ്ങാൻ കഴിയുക. എന്തായാലും എല്ലാവരും അതിനായിട്ടാണ് കാത്തിരിക്കുന്നത്. ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കം സഭാപ്രതിനിധികളടക്കം എല്ലാവരും ദുർഗിലും റായ്പൂരിലുമായിട്ട് കേന്ദ്രീകരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ ഇന്ന് ബിലാസ്പൂരിലുള്ള പ്രത്യേക NIA കോടതിയുടെ ആ കോടതി മുറിക്കുള്ളിലെ വിധിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.